ഏകദേശം ഫോർമുല റെഡിയായി. ഇതുപോലെ നല്ല ഡ്രൈ ആയിരിക്കണം. തൊട്ട് നോക്കുമ്പോൾ അതിൻ്റെ ചൂട്. ഹായ് ഫ്രണ്ട്സ്, ബഡ്ജീസ് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബഡ്ജീസിന് മാത്രമല്ല, ലവ് ബേർഡ്സിന്, ഫിഞ്ചസിന്, ഇല്ലെങ്കിൽ ഏത് ബേർഡ്സിനും കൊടുക്കാവുന്ന ഒരു അടിപൊളി ബ്രീഡിംഗ് ഫോർമുലയെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ബേർഡ്സ് വളർത്തുന്ന ആർക്കെങ്കിലും ആയിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. ഫോർമുല തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1 കിലോ തന, omega-3 ടാബ്ലറ്റ്, അതായത് മീൻ എണ്ണ എന്നറിയപ്പെടുന്ന ടാബ്ലറ്റ്, പിന്നീട് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്, EVN 400 ആണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതിൻ്റെ 2 ടാബ്ലറ്റ്, പിന്നീട് ഒരു മുട്ട, പിന്നീട് അത് മിക്സ് ചെയ്യാനും കലക്കാനുമായിട്ടുള്ള പാത്രങ്ങൾ. ആദ്യം തെന നല്ലപോലെ വൃത്തിയാക്കി എടുക്കുക, അതിൻ്റെ ഉമ്മിയെല്ലാം കളയുക. ഓക്കെ, നല്ലപോലെ ചേർന്നെടുക്കുക. തെന നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചിടുക. അതിലേക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റും omega-3 ടാബ്ലറ്റും പൊട്ടിച്ച് ചേർക്കുക. അതിനുശേഷം ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലത്തെ എഗ് മിക്സറോ ഉപയോഗിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യും. നല്ലപോലെ മിക്സ് ചെയ്യണം. മിശ്രിതം റെഡിയായ ശേഷം അത് തെനയിലോട്ട് ചേർക്കുക. അതിനുശേഷം നല്ലവണ്ണം മിക്സ് ചെയ്യണം. എല്ലാ തനയിലോട്ടും ഈ മിശ്രിതം പിടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും എന്തുമാതിരി മിക്സ് ചെയ്യണം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യുക, എല്ലാ തനയിലോട്ടും പിടിക്കുന്ന പോലെ മിക്സ് ചെയ്യുക. ഇത് ഒരുപാട് സമയമെടുക്കും. ഞാൻ ഏകദേശം 15 മിനിറ്റോളം മിക്സ് ചെയ്തിട്ടാണ് എനിക്ക് ആ ഒരു കൂട്ട് കിട്ടിയത്. അതുപോലെ നിങ്ങൾ നല്ലപോലെ മിക്സ് ചെയ്യും. ഇപ്പം നല്ലവണ്ണം മിക്സായി. ഇനി ഇത് ഉണക്കിയെടുത്തതോടെ നമ്മളുടെ ഫോർമുല റെഡിയായി. ഉണക്കിയെടുക്കാൻ ഇപ്പം സാധ്യമല്ല, കാരണം കണ്ടില്ലേ, നല്ല മഴയാണ്. അപ്പോൾ ഈ മഴയത്ത് നമ്മൾ വെയിലത്ത് വെക്കേണ്ടതാണ്. പക്ഷെ വെയിലത്ത് വെക്കാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മൾ അടുപ്പിലിട്ട് ഇത് ഡ്രൈ ആക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഒരു ചീൻചട്ടിയിൽ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി അതിൻ്റെ വെറ്റ്നെസ് ഒക്കെ കളയണം. അപ്പോൾ നല്ലപോലെ ഇളക്കിയെടുക്കുക. സാധാരണ തെനയേക്കാളും ഈ ചൂടാക്കുന്ന തെനയ്ക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൊടുക്കും. ഒന്ന് വേകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇരട്ടിക്കും. ഇപ്പം നല്ല സ്മെല്ല് വരുന്നുണ്ട്, നല്ല മണമുണ്ട്, മുട്ടയും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള നല്ല സ്മെല്ലുണ്ട്. ഏകദേശം ഫോർമുല റെഡിയായി. ഇതുപോലെ നല്ല ഡ്രൈ ആയിരിക്കണം. തൊട്ട് നോക്കുമ്പോൾ അതിൻ്റെ ചൂട്, നല്ല ചൂടുണ്ട്, ശ്രദ്ധിക്കണം. അറിയാതെ പോലും കൈ വയ്ക്കരുത്. എൻ്റെ കൈവശമുള്ളത് ചെറിയ ചീനച്ചട്ടിയാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചായിട്ട് എടുത്തിട്ടത്. ഇതുപോലെ സോഫ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ മിശ്രിതം റെഡിയായിട്ട്, അപ്പം ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഇത് റെഡിയാക്കി എടുത്തത്. നിങ്ങൾക്ക് വലിയ ചട്ടി ഉണ്ടെങ്കിൽ ഒറ്റ അടിക്ക് തന്നെ നിങ്ങൾക്ക് ഇത് റെഡിയാക്കാം. അപ്പം നമ്മുടെ മിശ്രിതം റെഡിയായി. അപ്പോൾ ബ്രീഡിംഗ് ഫോർമുല റെഡി ഗൈസ്. നല്ലപോലെ ചൂട് ആറിയ ശേഷം ഇത് ഒരു കവറിലിട്ട് സൂക്ഷിക്കുക. കണ്ടോളൂ, നല്ലപോലെ ഡ്രൈ ആയി.
നല്ല സോഫ്റ്റായി, നല്ല മണമുണ്ട്, നല്ല ചൂടുണ്ട്. ഞാൻ കുറച്ച് തണുത്ത ശേഷം ബേർഡ്സിന് കൊടുക്കുന്നതാണ്. അത് എനിക്കിപ്പം കോളനി ബ്രീഡിംഗ് ആണ്, അപ്പം നിറയെ ബേർഡ്സ് ഉണ്ട്. ഞാൻ കുറച്ച് ബേർഡ്സിന് കൊടുത്തിട്ട് ബാക്കി ശേഖരിച്ച് വയ്ക്കും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.